ലോക ജനസംഖ്യയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ മുന്നിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരാശരി ആയുർദൈർഘ്യം വർദ്ധിച്ചതിൻ്റെ ഭാഗമായി വൃദ്ധജനങ്ങളുടെ കാര്യത്തിലും നാം വളരെ മുന്നിലാണ്, പ്രത്യേകിച്ച് കേരളം. ഇപ്പോൾ കേരളത്തിൽ പോലും വൃദ്ധസദനങ്ങളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും ശരിയായ തെളിവ്. ഇതിൻ്റെ ഭാഗമായി വൃദ്ധജനങ്ങളുടെ പരിചരണം വീടുകളിൽ ഒരു വലിയ പ്രശ്നമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വൃദ്ധസദനങ്ങളെ കണ്ടെത്തുന്നതും അവിടെ കൊണ്ടാക്കുന്നതും എല്ലാം സംഭവിക്കുന്നത്. അതൊരു വലിയ സാമൂഹ്യ രംഗത്ത് അതൊരു വലിയ പ്രശ്നമാണ്. ഇവിടെ ആരോഗ്യ മേഖലയിൽ ഇത് പ്രശ്നമാകുന്നത് ഈ ഓർമ്മ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഈ അൾഷിമേഴ്സ് രോഗത്തിൻ്റെ ഭാഗമാണ്. ഓർമ്മ ഇല്ലാതാകുന്ന ജനങ്ങളുടെ എണ്ണവും വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് വീടുകളിൽ മറ്റുള്ളവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ഓർമ്മ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഓർമ്മ കുറയുക മാത്രമല്ല, ഓർമ്മ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാവും. കണക്ക് കൂട്ടാൻ കഴിയില്ല. സ്വന്തമായി ഒരു തീരുമാനമെടുക്കാനുള്ള ശേഷി ഉണ്ടാകില്ല. സ്ഥലകാല ബോധം നഷ്ടപ്പെടും. സ്വന്തം മക്കളെപ്പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയാതാവും. ഈ ഒരുപാട് പേരിൽ ഒരു കാരണമില്ലാതെ സങ്കടം, ദേഷ്യം, ഇത്തരം വികാരങ്ങൾ കാണും. അവർക്ക് ഒരു കാര്യത്തിലും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു വലിയ ആരോഗ്യ പ്രശ്നമാണത്, സാമൂഹ്യ പ്രശ്നം കൂടിയാണത്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ചിന്തിക്കാതെ പോകുന്നതും ചർച്ച ചെയ്യാതെ പോകുന്നതുമായ വിഷയം. നമ്മുടെ തലച്ചോറ് ക്രിയാത്മകമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഓർമ്മ നാശം, സ്മൃതിനാശം എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ക്രിയാത്മകമായി തന്നെ ഇരിക്കണം. സത്യം പറഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം, പ്രത്യേകിച്ച് ഭാഷ ഏതെങ്കിലും ഒന്ന് പഠിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ നല്ലതാണെന്നാണ്. പിന്നെ നമ്മൾ ഈ വിനോദങ്ങളുണ്ട്, പ്രത്യേകിച്ച് വീട്ടിനകത്തിരുന്ന് കളിക്കാവുന്ന ചീട്ടുകളി, ചെസ്സ്, പദപ്രശ്നം പൂരിപ്പിക്കുക. ഇതിലൊക്കെ നമ്മൾ വളരെയധികം ക്രിയാത്മകമായാൽ ഈ തലച്ചോറ് ഈ നാശം സംഭവിക്കുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തലച്ചോറിൻ്റെയും ശരീരത്തിനും നല്ല ആരോഗ്യത്തിന് സഹായിക്കുന്ന നല്ല ആരോഗ്യശീലങ്ങളാണ് പച്ചക്കറികൾ, പഴങ്ങൾ, ഈ അണ്ടിപ്പരിപ്പുകൾ, പയർവർഗ്ഗങ്ങൾ, ഇതൊക്കെ ധാരാളം ആഹാരത്തിൽ ഉണ്ടായിരിക്കണം. അത് വേണമെങ്കിൽ ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ അത് ചാർട്ട് ചെയ്തു തരും. ഈ വ്യായാമം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വ്യായാമം ശീലിക്കുന്നതോടൊപ്പം ഈ രക്തത്തിൽ ഉയർന്ന നിലയിലുള്ള പഞ്ചസാരയോ ഉയർന്ന നിലയിലുള്ള കൊളസ്ട്രോളോ രക്തസമ്മർദ്ദം ഉയർന്ന നിലയിലാണെങ്കിലോ ഇതൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യണം. ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ, അതായത് ആഹാര ക്രമീകരണം, വ്യായാമം, മരുന്നുകൾ, അത് കൃത്യമായി ശീലിക്കണം. ആയുർവേദത്തിൽ ഈ ഒരു വലിയ ഘടകമാണ് അമുക്കുരം. ഒരുപാട് ഔഷധങ്ങളിൽ ചേരുവയാണത്. അമുക്കുരത്തിന് ഈ സ്മൃതിനാശത്തെ തടയാനുള്ള ശേഷിയുണ്ട്. അല്ലെങ്കിൽ തലച്ചോറിൻ്റെ നല്ല നിലയിൽ തലച്ചോറിൻ്റെ ആരോഗ്യം നല്ല നിലയിൽ സൂക്ഷിക്കാനുള്ള ശേഷിയുണ്ട് എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. ആയുർവേദത്തിൽ പറയുന്നത് അതാണ്. അതുകൊണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമുക്കുരം ഉപയോഗിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അമുക്കുരം പ്രധാന ഘടകമായി ചേരുന്ന കുറേ മരുന്നുകളുണ്ട്, ഇതും ഉപയോഗിക്കാവുന്നതാണ്. ഈ ക്രിയാത്മകമായി ഇരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല സുഹൃത്ബന്ധങ്ങൾ, നല്ല സാമൂഹ്യ ബന്ധങ്ങൾ, നല്ല ആത്മീയ ബോധം, ശാസ്ത്രബോധം, ഇതൊക്കെ അതിന് കൂടുതൽ സഹായിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ തമാശകൾ പറയുക, കൂടുതൽ തമാശ കേൾക്കുക, കൂടുതൽ ചിരിക്കുക എന്നിവയാണ്. അങ്ങനെ കൃത്യമായി നമ്മൾ ഒരു അടുക്കും ചിട്ടയോടും കൂടി പോവുകയാണെങ്കിൽ ഈ ഓർമ്മ ഇല്ലാതാകുക എന്ന ഒരു കാര്യം സംഭവിക്കുന്ന ജനങ്ങളുടെ എണ്ണം തീരെ കുറവായി മാറും, തീർച്ചയാണ്.